അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിന്റെ ബേസിസ് ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള പീരിയോഡിക് ടേബിളിലെ മോഡേൺ പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്കുകളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ബ്ലോക്കിൽ എങ്ങനെ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊണ്ടുവരും എന്നുള്ളതാണ് അടുത്തത് പറയുന്നത് കേട്ടോ. നോക്കേണ്ടത് ഇതാണ്. Based on the subshell electronic configuration, the modern periodic table is classified into 4 blocks. 4 ബ്ലോക്കുകളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബ്ലോക്കുകളുടെ പേരും സബ്ഷെല്ലുകളുടെ പേരും സെയിം ആണ്. ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് S ബ്ലോക്ക് ആണ്. രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് P ബ്ലോക്ക് ആണ്. മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് D ബ്ലോക്ക് ആണ്. ആൻഡ് ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് F ബ്ലോക്ക്. അങ്ങനെ 4 ബ്ലോക്കുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പീരിയോഡിക് ടേബിളിൽ നമ്മൾ പഠിക്കാനുള്ളത്. അതായത് നമ്മൾ ഈ ഒരു പീരിയോഡിക് ടേബിൾ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ പീരിയോഡിക് ടേബിളിലെ ഈ ഒന്നാമത്തെയും ഈ രണ്ടാമത്തെയും ഗ്രൂപ്പുകളെ, ഈ 1, 2 ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന 3 മുതൽ 4, 5, 6, 7, 8, 9, 10, 11, 12 3 മുതൽ 12 വരെയുള്ള ഈ ഒരു ഭാഗം, ഈ ഒരു ഗ്രൂപ്പുകളെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് പേര് പറയുന്നു, ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നു. 13 മുതൽ 18 വരെയുള്ള ഈ ഗ്രൂപ്പുകളെ, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്നും, ലാസ്റ്റ് കാണപ്പെടുന്ന ഈ 2 കോളംസിനെ നമുക്ക് എന്ത് പേര് പറയാം, എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്നും പറയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമുക്ക് 4 പ്രധാനമായിട്ടും 4 ബ്ലോക്കുകളാണുള്ളത്. എസ് ബ്ലോക്ക് ഉണ്ട്, പി ബ്ലോക്ക് ഉണ്ട്, ഡി ബ്ലോക്ക് ഉണ്ട്, എഫ് ബ്ലോക്ക് ഉണ്ട്. ഇങ്ങനെ 4 ബ്ലോക്കുകളാണുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 4 ബ്ലോക്കുകളുടെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, പ്രത്യേകതകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് പഠിക്കുന്നു, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് പഠിക്കുന്നത്. They are found in the first and second group. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പുകളിലും സെക്കൻഡ് ഗ്രൂപ്പുകളിലും കാണപ്പെടുന്ന എലമെന്റുകളെ നമ്മൾ കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന പേരാണ് ഇത് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, അതിൽ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പിന് the first group is known as alkali metals and the second group is known as alkaline earth metals. ഇതിലെ തന്നെ ആദ്യത്തെ ഗ്രൂപ്പുകളെ നമ്മൾ ആൽക്കലി മെറ്റലുകൾ എന്നും രണ്ടാമത്തെ ഗ്രൂപ്പുകളെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും വിളിക്കുന്നു. ഓക്കെ, their oxides and hydroxides are basic in nature. അതായത് എസ് ബ്ലോക്ക് എലമെന്റ്സിലെ മൂലകങ്ങൾ കൂടിച്ചേർന്നിട്ട് എലമെന്റ്സ് കൂടിച്ചേർന്നുണ്ടാകുന്ന ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക് ക്യാരക്ടേഴ്സ് ആണ് കാണിക്കുക. ബേസിക് നേച്ചർ ആയിരിക്കും അവയുടെ സ്വഭാവത്തിൽ ഉണ്ടാവുക. ആൻഡ് എസ് ബ്ലോക്ക് എലമെന്റ് ഷോസ് ഫിക്സഡ് വാലൻസി ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എസ് ബ്ലോക്ക് എലമെന്റുകൾ എന്ത് ചെയ്യും, ഫിക്സഡ് വാലൻസി കാണിക്കും, അതുപോലെ തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റും എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഒന്നാമത്തെ ഗ്രൂപ്പ്, ദാറ്റ് മീൻസ് ആൽക്കലി മെറ്റൽസ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റും, രണ്ടാമത്തെ ഗ്രൂപ്പ് ആയിട്ടുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും. ഇത് മാത്രമല്ല, അവയുടെ അടുത്ത ക്യാരക്ടർ നമ്മൾ പറയുകയാണെങ്കിൽ അവ എന്താണ്, മോർ മെറ്റാലിക് ക്യാരക്ടർ ഷോ ചെയ്യുന്ന ബ്ലോക്കുകളാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സിലെ 90% എലമെന്റ്സും എന്തായിരിക്കും, മെറ്റാലിക് ക്യാരക്ടർ കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. അതായത് 99% എലമെന്റ്സും മെറ്റൽസ് ആണ്. ദെൻ ദേ ഷോസ് ലെസ് അയണൈസേഷൻ എനർജി. അവരുടെ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ലെസ്സർ ആയിരിക്കും. ലെസ് ഇലക്ട്രോനെഗറ്റിവിറ്റി, അവയുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ലെസ് ആണ്. മോർ ഇലക്ട്രോ പോസിറ്റിവിറ്റി, കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് കാണപ്പെടുന്നത് എസ് ബ്ലോക്കിലാണ്. നമുക്കൊന്നുകൂടി റീകോൾ ചെയ്യാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. നമുക്കൊന്നുകൂടി റീകോൾ ചെയ്യാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു പറഞ്ഞത്, ദേ ആർ ഫൗണ്ട് ഇൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലും കാണപ്പെടുന്ന എലമെന്റ്സ് ആണ്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറഞ്ഞു, ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്നും സെക്കൻഡ് ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും കോൾ ചെയ്യും. തേർഡ് പോയിന്റ് ആയിട്ട് പറഞ്ഞു, their oxides and hydroxides are basic in nature. അവയുടെ ഓക്സൈഡ്സിനും ഹൈഡ്രോക്സൈഡിനും ബേസിക് നേച്ചർ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് തേർഡ് പോയിന്റ് ആയിട്ട് പറഞ്ഞത്.
പറയുന്നത്. ഫോർത്ത് വൺ, എസ് ബ്ലോക്ക് എലമെന്റ്സ് ഷോ ഫിക്സഡ് വാലൻസി ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ത് ചെയ്യും? ഫിക്സഡ് വാലൻസിയും ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും എന്ന് പറഞ്ഞു. മാത്രമല്ല അവയ്ക്ക് എന്താണ്? മെറ്റാലിക് ക്യാരക്ടർ വളരെ കൂടുതലാണ്. ദാറ്റ് മീൻസ് ദേ ഓൾ ആർ മെറ്റൽസ്. നമുക്കൊരു കൺക്ലൂഷൻ വെക്കാം, മോസ്റ്റ് ഓഫ് ദം ആർ മെറ്റൽസ്. പിന്നെ ദേ ഷോസ് ലെസ് അയണൈസേഷൻ എനർജി. അവയുടെ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ആൾസോ ലെസ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നതും കുറവായിരിക്കും. ആൻഡ് ദെയർ ഇലക്ട്രോപോസിറ്റിവിറ്റി ഈസ് വെരി ഹൈ. അവയുടെ ഇലക്ട്രോപോസിറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഓക്കെ. സോ രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, എസ് ബ്ലോക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ക്യാരക്ടർ ആയിട്ട് പഠിക്കേണ്ടത് ദേ ആർ ഫൗണ്ട് ഇൻ ദി 13th to 18th ഗ്രൂപ്പ്സ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് ആരെ കാണപ്പെടുന്നത്? പി ബ്ലോക്ക് എലമെന്റ്സുകൾ കാണപ്പെടുന്നത്. They includes metals, non-metals, metalloids and inert gases. അവയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? അവയിൽ മെറ്റലുകൾ ഉണ്ട്, നോൺ മെറ്റലുകൾ ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. മാത്രമല്ല ഇനേർട്ട് ഗ്യാസുകൾ, അതായത് നോബിൾ ഗ്യാസസ് എന്നുള്ള അറിയപ്പെടുന്ന 18th ഗ്രൂപ്പ് എലമെന്റ്സും പി ബ്ലോക്ക് എലമെന്റ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ്, ദേ ഷോസ് ഫിക്സഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അവ എപ്പോഴും ഫിക്സഡ് ആയിട്ടുള്ള, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ദേ ഇൻക്ലൂഡ്സ് സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ. അതായത് പി ബ്ലോക്ക് എലമെന്റുകളിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സ്, അതും റൂം ടെമ്പറേച്ചറിൽ ഈ അവസ്ഥകളിൽ കാണപ്പെടുന്ന എല്ലാ എലമെന്റ്സും എവിടെ കാണപ്പെടുന്നുണ്ട്? പി ബ്ലോക്ക് എലമെന്റ്സിൽ കാണപ്പെടുന്നുണ്ട്. ആൻഡ് the elements having the highest electronegativity is in the p block. ഏറ്റവും നെഗറ്റീവ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്ന എലമെന്റ്സുകൾ കാണപ്പെടുന്നത് പി ബ്ലോക്കിലാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഫസ്റ്റ് വൺ, ദേ ആർ ആൾസോ നോൺ ആസ് ട്രാൻസിഷൻ എലമെന്റ്സ്. നമ്മൾ അവയെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് കൂടി വിളിക്കാറുണ്ട്. കാരണം ഇവ ഗ്രൂപ്പിൽ മാത്രമല്ല പീരിയഡിലും സിമിലാരിറ്റി കാണിക്കാറുണ്ട്. ഇവ ഗ്രൂപ്പിൽ മാത്രമല്ല പീരിയഡിലും സെയിം ക്യാരക്ടർ കാണിക്കുന്നത് കൊണ്ട് നമുക്ക് അവയെ എന്ത് വിളിക്കാം? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കാം. They are found in 3 to 12 groups in the periodic table. Periodic table 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ്, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് ആര് കാണപ്പെടുന്നത്? ഡി ബ്ലോക്ക് എലമെന്റ്സ് കാണപ്പെടുന്നത്. മാത്രമല്ല they all are metals. അവയെല്ലാം എന്താണ്? മെറ്റലുകളാണ്. പ്രധാനമായിട്ട് നോട്ട് ചെയ്യുന്ന പോയിന്റ് ഫോർത്ത് പോയിന്റ് ആണ്. ദേ ഷോസ് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് ഒന്നിൽ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്ന എലമെന്റ്സ് എവിടെ കാണപ്പെടുന്നുണ്ട്? ഡി ബ്ലോക്കിൽ കാണപ്പെടുന്നുണ്ട്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ഷോസ് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഒരു കോമ്പൗണ്ട് ആയിട്ട് FeCl2 ആൻഡ് FeCl3 ഈ രണ്ട് കോമ്പൗണ്ടുകൾ ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എടുക്കുന്നത് FeCl2 ആണ്. ഇതിന്റെ Fe ആണ് നമ്മുടെ ഇവിടെ എന്ത് ഡി ബ്ലോക്ക് എലമെന്റ് ഉള്ളത് അല്ലെ. ഈ ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, Cl എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ്. വി ഹാവ് 2Cl, 2 Cl ആണ് നമ്മുടെ കയ്യിലുള്ളത്. Cl2 ആണ്, 2 Cl ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ 2 into -1 is equal to -2. Cl ന്റെ ടോട്ടൽ ചാർജ് -2 കിട്ടി അല്ലെ. ഇനി Fe യുടെ ചാർജ് നമുക്ക് ഗിവൺ അല്ല. അപ്പൊ Fe യുടെ ചാർജ് നമുക്ക് എന്ത് ചെയ്യാം? X എന്ന് എടുക്കാം. വി നോ ദാറ്റ് ഈ ഒരു കോമ്പൗണ്ടിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്, ആകെ ചാർജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ Fe യുടെ ചാർജും അതുപോലെ തന്നെ ഈ Cl ന്റെ ടോട്ടൽ ചാർജും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടണം? 0 കിട്ടണം. Therefore X എന്ന് പറയുന്നത് നമ്മൾ ഈ -2 അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് കിട്ടും? +2 ആയിട്ട് കിട്ടും. അതായത് ഇവിടെ Fe യുടെ ചാർജ് എന്ന് പറയുന്നത് ഇവിടെ FeCl2 ല്
Fe യുടെ ചാർജ് എന്ന് പറയുന്നത് +2 ആണ്. Fe യുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കോമ്പൗണ്ട് എടുത്ത് നോക്കാം. രണ്ടാമത്തെ കോമ്പൗണ്ട് ആയിട്ട് നമ്മൾ പഠിച്ചത് FeCl3 ആയിരുന്നു അല്ലെ. ഇവിടെ നമുക്ക് എന്തറിയാം, Fe യുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയില്ല. സോ നമ്മൾ X എടുത്തു. Cl-ൻ്റെത് -1 ആണ്. വി ഹാവ് Cl3. Cl 3 എണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ. സോ 3 × -1 = -3. Therefore ടോട്ടൽ ചാർജ് നമുക്ക് 0 ആണെന്ന് അറിയാം. ടോട്ടൽ ചാർജ് നമുക്ക് 0 എന്നറിയാം. അപ്പൊ X Fe യുടെ ചാർജ് +-3 നമ്മുടെ Cl-ൻ്റെ ചാർജ് കൂടി ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. അപ്പൊ X എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ -3 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ +3. ഇവിടെ FeCl3-ല് Fe യുടെ ചാർജ് എന്ന് പറയുന്നത് +3 ആണ്. കണ്ടോളൂ, ഇപ്പൊ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു Fe യുടെ ചാർജ് +2 ആണ്. ഇവിടെ എന്താണ്? Fe യുടെ ചാർജ് +3 ആണ്. അതായത് ഡി ബ്ലോക്ക് എലമെന്റുകൾ, ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ത് കാണിക്കുന്നുണ്ട്? വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നു എന്നതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഫോർ എക്സാമ്പിൾ MnCl2 ആൻഡ് MnO2. ഇങ്ങനെ രണ്ട്. Mn എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം MnCl2ന്റെ കേസ് MnCl2 ചാർജ് Mn-ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയില്ല, ഓക്സീകരണാവസ്ഥ നമുക്കറിയില്ല. നമുക്ക് X എന്ന് എടുക്കാം. Cl-ന്റെ ചാർജ് നമുക്ക് ഓൾറെഡി അറിയാം, -1 ആണ്. നമുക്ക് എത്ര Cl ഉണ്ടെന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് 2 × -1 = എന്ന് കിട്ടും. അപ്പോൾ therefore ടോട്ടൽ ചാർജ് X ന്റെ ടോട്ടൽ ചാർജ് X +-2 രണ്ട് ചാർജ് ആഡ് ചെയ്ത് 0 ആണ് നമുക്ക് കിട്ടുന്നത്. -2 അങ്ങോട്ട് +2 ആണ് ചാർജ് ആയിട്ട് വരിക. MnCl2ന്റെ കേസാണ്. അടുത്തത് MnO2 ആണെങ്കിൽ Mn-ന്റെ ചാർജ് നമുക്ക് എന്തെടുക്കാം? Mn-ന്റെ ചാർജ് നമുക്ക് X എന്ന് എടുക്കാം. ഓക്കെ, ഓക്സിജന്റെ ചാർജ്, ഒരു ഓക്സിജന്റെ ചാർജ് -2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. 2 ഓക്സിജന്റെ ചാർജ് -4 ആണ് വരിക. ടോട്ടൽ ചാർജ് 0 ആയതിനാൽ X +-4 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. Therefore X എന്ന് പറയുന്നത് പോയി കഴിഞ്ഞാൽ എന്താവും? +4. Mn-ന്റെ ചാർജ് +4 ആണ്. അപ്പൊ കണ്ടോ, ഈ എക്സാമ്പിൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? Mn എന്ന് പറയുന്ന ഡി ബ്ലോക്ക് എലമെന്റിന്, Mn എന്ന് പറയുന്ന ഡി ബ്ലോക്ക് മൂലകത്തിന് എത്ര ഓക്സീകരണാവസ്ഥകൾ കാണുന്നുണ്ട്? 2 വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം X +2 കിട്ടുന്നുണ്ട്, ഇവിടെ X +4 കിട്ടുന്നുണ്ട്. 2 വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ നമുക്ക് Mn-ന് കാണാൻ സാധിക്കുന്നതാണ്. They forms colored compounds. നിറമുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യിക്കാൻ, കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യിക്കുന്നതിൽ ഡി ബ്ലോക്ക് എലമെന്റുകളാണ് കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യിക്കുന്നത്. ഓക്കെ, കളേർഡ് കോമ്പൗണ്ട്സിനെ കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ട്രാൻസിഷൻ എലമെന്റ്സ്, അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യിക്കുന്നത്. അതിനുള്ള കാരണമാണ് പഠിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി കളേർഡ് സാൾട്സ് ഓർ കോമ്പൗണ്ട്സ് ആർ compounds of transition elements. The color is due to the presence of transition metal ions present in these compounds. ഈ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിനുള്ളിലുള്ള ട്രാൻസിഷൻ മെറ്റൽ അയോണിന്റെ പ്രസൻസ് കൊണ്ടാണ്. ഓക്കെ, ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് കളേർഡ് സാൾട്ട് അല്ലെങ്കിൽ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യിക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ എന്താണ്? ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് പ്രസന്റ് ആയതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്തുണ്ടാവുന്നത്? കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യിക്കുന്നത്. നമുക്കതിന് ചില എക്സാമ്പിൾസ് നോക്കാം. കോപ്പർ സൾഫേറ്റ്, ബ്ലൂ കളർ ഉള്ള കോമ്പൗണ്ട് ആണ് എന്ത്? കോപ്പർ സൾഫേറ്റ്. കോപ്പർ ഈസ് എ ഡി ബ്ലോക്ക് എലമെന്റ്. ഓക്കെ, നെക്സ്റ്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇറ്റ് ഈസ് പിങ്ക് ഇൻ കളർ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പിങ്ക് കളർ ആയിരിക്കും. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓറഞ്ച് കളർ ആയിരിക്കും. ഫെറസ് സൾഫേറ്റ് ലൈറ്റ് ഗ്രീൻ കളർ ആണ് ഫെറസ് സൾഫേറ്റ് ഉണ്ടാവുന്നത്. മാംഗനീസ് ഡയോക്സൈഡ് ബ്ലാക്ക് കളർ ആണ് മാംഗനീസ് ഡയോക്സൈഡ് ഉണ്ടാക്കുന്നത്. ഫെറിക് സൾഫേറ്റ് റെഡിഷ് ബ്രൗൺ കളർ ആണ് ഫെറിക് സൾഫേറ്റ്
ഫോം ചെയ്യിക്കുന്നത്. ഇത്രയും കോമ്പൗണ്ടുകൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാം. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡി ബ്ലോക്കിന്റെ ക്യാരക്ടർ ആയിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ദേ ഫോംസ് കളേർഡ് കോമ്പൗണ്ട്സ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളർ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് പിങ്ക് കളർ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓറഞ്ച് കളർ, പൊട്ടാസ്യം സൾഫേറ്റ് ലൈറ്റ് ഗ്രീൻ, മാംഗനീസ് ഡയോക്സൈഡ് ബ്ലാക്ക് കളർ, ഫെറിക് സൾഫേറ്റ് റെഡിഷ് ബ്രൗൺ കളർ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് F block elements in the characteristics are characteristics of F block elements. Okay, the F block elements are the elements coming after lanthanum and actinum. They are placed in two rows at the bottom of the periodic table. നമുക്കറിയാലേ എന്താണ് ലാന്തനത്തിന് ശേഷം വരുന്ന 14 എലമെന്റുകളെയും ആക്ടിനത്തിന് ശേഷം വരുന്ന 14 എലമെന്റുകളെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് എവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്? പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും ബോട്ടത്തിലുള്ള 2 റോസ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആയിട്ട് എടുക്കുന്നത്. അതാണ് നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, അവയുടെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. They includes lanthanoids and actinoids. ലാന്തനത്തിന് ശേഷം വരുന്ന 14 എലമെന്റ്സിനെ നമ്മൾ ലാന്തനോയിഡുകൾ എന്നും ആക്ടിനത്തിന് ശേഷം വരുന്ന 14 എലമെന്റ്സിനെ നമ്മൾ ആക്ടിനോയിഡ്സ് എന്നും പറയുന്നു. Many of the actinoids are radioactive. ആക്ടിനോയിഡിൽ അധിക എണ്ണവും most of them are radioactive elements ആണ്. അവയ്ക്ക് എന്താണ്? റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന എലമെന്റ്സ് ആണ്. They also show various oxidation state. And last point, many of them are used as a catalyst. അവയിൽ അധിക എണ്ണവും നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്? പെട്രോളിയം ഇൻഡസ്ട്രീസിലൊക്കെ കാറ്റലിസ്റ്റുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ്സുകളാണ് കേട്ടോ. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു. They includes lanthanoids and actinoids. Many of them actinoids are radioactive. They shows various oxidation state and many of them are used as a catalyst. അവയിൽ അധിക എണ്ണവും നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്? കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. Moreover, many of them are also man-made elements, artificial elements. നമ്മൾ കൃത്രിമമായിട്ട് മനുഷ്യന്മാർ ഉണ്ടാക്കിയെടുക്കുന്ന എലമെന്റ്സുകളാണ് എവിടെ ഉള്ളത്? ആക്ടിനോയിഡ്സിൽ അധിക എലമെന്റ്സുകളും കാണപ്പെടുന്നത്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കാൻ പോകുന്നത് ഹൗ ടു ഫൈൻഡ് ദി പീരിയഡ് നമ്പർ ഓഫ് ആൻ എലമെന്റ്. ഒരു എലമെന്റിന്റെ പീരിയഡ് നമ്പർ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് പഠിക്കുന്നത്. അപ്പൊ ഏതൊരു ബ്ലോക്കിലുള്ള എലമെന്റ് ആണെങ്കിലും, എസ് ബ്ലോക്ക് ആയിക്കോട്ടെ, പി ബ്ലോക്ക് ആയിക്കോട്ടെ, ഡി ബ്ലോക്ക് ആയിക്കോട്ടെ, ഏതൊരു ബ്ലോക്കിലുള്ള എലമെന്റ് ആണെങ്കിലും പീരിയഡ് നമ്പർ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സെയിം ആണ്. ദാറ്റ് മീൻസ് for any block element the number of period will be the largest shell number. ഏത് ബ്ലോക്കിലുള്ള എലമെന്റ് ആണെങ്കിലും പീരിയഡ് നമ്പർ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ലാർജസ്റ്റ് ഷെൽ നമ്പർ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് 1s2 2s2 2p6 3s2 എന്ന് വരെ കഴിഞ്ഞിട്ട് നിന്നു. അപ്പൊ ഏറ്റവും വലിയ ഷെൽ നമ്പർ എന്ന് പറയുന്നത് 1 2 2 3 3 എന്ന് പറയുന്നതിലെ 1s2 ലെ 1, 2s2 ലെ 2, 2p6 ലെ 2, 3s2 ലെ 3. ആ 3 ആണ് അവിടുത്തെ ലാർജസ്റ്റ് ഷെൽ നമ്പർ. അറിയാലോ ഷെൽ നമ്പർ എന്താ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഷെൽ നമ്പർ ആണ് എന്ത്? പീരിയഡ് നമ്പർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അത് ഏത് ബ്ലോക്കിലാണെങ്കിലും ചേഞ്ച് ചെയ്യില്ല. ഇനി എന്ത് നോക്കാം? നമുക്ക് പരിചയമായിട്ടുള്ള കുറച്ച് എലമെന്റ്സിന്റെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം. കുറച്ച് എലമെന്റ്സ് ഞാൻ താഴെ ഗീവൺ ചെയ്യുന്നുണ്ട്. ആ എലമെന്റ്സിന്റെ ഒക്കെ ഗ്രൂപ്പ്, പീരിയഡ്, ബ്ലോക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഫർദർ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ആ ഭാഗം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം കുറച്ച് എക്സാമ്പിളുകൾ സ്വന്തമായിട്ട് ഇട്ടൊന്ന് ചെയ്ത് നോക്കി വർക്ക്ഔട്ട് ചെയ്യാട്ടോ. ഓക്കെ, ഒരു എലമെന്റ് കൂടി നോക്കാം. നമ്മുടെ കയ്യിൽ Z എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് വിത്ത് അറ്റോമിക് നമ്പർ 11. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവാണ്. 1s2 2s2 2p6 3s1. ഓക്കെ, 2 4 10 11. കറക്റ്റ് 11 ആണ്. അപ്പൊ നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അല്ലെ. നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്ന ആരാണ്? ബ്ലോക്ക് ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാണോ പോയിട്ടുള്ളത് അതാണ് അതിന്റെ ബ്ലോക്ക്. ഇല്ല, അപ്പൊ അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണുള്ളത്? എസ് സബ്ഷെല്ലിലാണ്. അപ്പൊ ഇതെന്താണ്? എസ് ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. രണ്ടാമത്തെ നമ്മൾ പീരിയഡ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. പീരിയഡ് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഏറ്റവും വലിയ ഷെൽ നമ്പർ അല്ലെ. അപ്പൊ ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. അപ്പൊ ഏറ്റവും വലിയ ഷെൽ നമ്പർ 3 ആണ്. സോ ഇറ്റ് ഈസ് എ തേർഡ് പീരിയഡ് എലമെന്റ്. ഈ മൂലകം എന്ന് പറയുന്നത് മൂന്നാമത്തെ പീരിയഡിലായിരിക്കും.
ലാസ്റ്റ് നമ്മൾ ഗ്രൂപ്പ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ നമ്മൾ ഗ്രൂപ്പ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് പഠിച്ചു. എങ്ങനെയാണ് എസ് ബ്ലോക്ക് ആണെങ്കിൽ എസ് ബ്ലോക്കിലുള്ള എലമെന്റ് ആണെങ്കിൽ അത് പറയുന്നത് എന്താണ്, അവസാനത്തെ എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതാണ് അതിന്റെ ഗ്രൂപ്പ്. വേറെ ഒന്നും ചെയ്യണ്ട, അവസാനത്തെ എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണോ പ്രസന്റ് ചെയ്തിട്ടുള്ളത് അതാണ് അവിടുത്തെ ഗ്രൂപ്പ് നമ്പർ. സോ ഹിയർ ദ ഗ്രൂപ്പ് ഈസ് 1. അപ്പൊ ഈ എലമെന്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗ്രൂപ്പിലാണ്, മൂന്നാമത്തെ പീരീഡിലാണ്, എസ് ബ്ലോക്കിലാണ്. 3 കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. അടുത്തൊരു എലമെന്റ് നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ ജി എന്ന് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു എലമെന്റ് എടുക്കാൻ പോവാണ്. നമുക്ക് എന്തുണ്ട് ഒരു കയ്യിൽ സി എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് വിത്ത് അറ്റോമിക് നമ്പർ 27. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് എഴുതാം, 1s2 2s2 2p6 3s2 3p6 4s2 3d7. ഓക്കെ, ഇപ്പൊ ഇതാണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്. ഇവിടെ നമ്മൾ എന്താ ഐഡന്റിഫൈ ചെയ്യാൻ പോകണം, ആദ്യം ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പോകണം. ഏതാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഏതാണ് ബ്ലോക്ക്, അവസാനത്തെ ഈ ഇലക്ട്രോൺ എവിടേക്കാണോ വന്നിട്ടുള്ളത്, ഏത് സബ്ഷെല്ലിലാണോ ഉള്ളത്, ഡി സബ്ഷെല്ലിലാണ്. സോ ഇറ്റ് ഈസ് എ ഡി ബ്ലോക്ക് എലമെന്റ്. ഇതൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് പീരിയഡ് ആണ്. പീരിയഡ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, 1 2 2 3 3 4 3. അതായത് ഇവിടെ ഏറ്റവും വലിയ ഷെൽ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. സോ ഇവിടെ എന്തായിരിക്കും, ഇത് 4th പീരീഡിലായിരിക്കും. ഇനി ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നത്, ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നത് അവസാനത്തെ ഡി സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിന്റെ കൂടെ അതിന്റെ തൊട്ട് മുന്നേയുള്ള എസ് സബ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം കൂടി ആഡ് ചെയ്താൽ മതി. അവസാനത്തെ ഡി സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണോ ഉള്ളത് അതിന്റെ കൂടെ തൊട്ട് മുന്നിലുള്ള എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം കൂടി ആഡ് ചെയ്താൽ മതി. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ആ 2 അതായത് സബ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണമാണ്, അതിന്റെ കൂടെ 7 കൂടി ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ ഈസ് ഈക്വൽ ടു 9 എന്നാണ് കിട്ടുക. സോ ഇത് 9th ഗ്രൂപ്പിലാണ്, 4th പീരീഡിലാണ്, ഡി ബ്ലോക്ക് ആണ്.